ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, എങ്ങനെയാണോ മ്ലേച്ഛമായ വസ്തുക്കൾക്കും വിസർജ്യങ്ങൾക്കും പിന്നാലെ അതിന്റെ പിന്നാലെ പോകുന്ന ചില പ്രാണികളും ചില ഇഴജന്തുക്കളുമൊക്കെ കാട്ടിക്കൂട്ടുന്നത്, ഇതുപോലെയാണ് മോശം ഹൃദയമുള്ള മോശക്കാരായ ആളുകൾ. അവരുടെ ഹൃദയം എപ്പോഴും ഒരു നിലവാരവുമില്ലാത്ത നിന്ദ്യമായ വൃത്തികെട്ട കാര്യങ്ങളുടെ പിന്നാലെയായിരിക്കും. വ്യഭിചാരത്തിനും സ്വർഗ്ഗരതിക്കും അതുപോലുള്ള വൃത്തികേടുകൾക്കും ഒക്കെ പിന്നിൽ അത് ആഗ്രഹിച്ച് ഒരുവന്റെ ഹൃദയം പോകുന്നുണ്ടെങ്കിൽ കാര്യം വളരെ അപകടമാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ ശരീരം ഹൃദയത്തെ അനുസരിച്ചേക്കും. ഇത് നിലവാരമില്ല, അവന്റെ ഹൃദയത്തിന് അവന് ഒരു നിലവാരം ഇല്ല എന്നതിനുള്ള തെളിവാണ്. എന്നാൽ ഹൃദയം അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക്, നന്മകളിലേക്ക്, തഖ്വയിലേക്ക്, വിശുദ്ധിയിലേക്ക് ഹൃദയം താല്പര്യം കാണിക്കുന്നുവെങ്കിൽ, ഹൃദയം അതിനോട് ഇഷ്ടം കാണിക്കുന്നുവെങ്കിൽ അത് ഉന്നതമായ നിലവാരത്തിന്റെ അടയാളമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ കുല്ലു യഅമലു അലാ ശാകിലതി. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്ത് അവിടെ ഈ കാര്യം പറഞ്ഞിടത്ത് ഉദ്ധരിച്ചത് കാണാം. ഖുൽ പറയുക, കുല്ലുൻ യഅമൽ, ഓരോരുത്തരും പ്രവർത്തിക്കും, അലാ ശാകിലതി, അവന് യോജിച്ച പ്രവർത്തനം, അവന് യോജിച്ചത്. വൃത്തികേടുകൾ ഒരുവന്റെ ഹൃദയം ഇഷ്ടപ്പെടുന്നു, നിന്റെ ഹൃദയം ഇഷ്ടപ്പെടുന്നു, നീ മനസ്സിലാക്കുക നിന്റെ ഹൃദയം ഒട്ടും നിലവാരമില്ല, അത് തീരെ വില കുറഞ്ഞതാണ്. എന്നാൽ അത് ഇഷ്ടപ്പെടുന്ന നന്മയാണോ, നിന്റെ ഹൃദയം നിലവാരമുള്ള, വിലയുള്ള, മാന്യതയുള്ള, യഥാർത്ഥത്തിൽ തറവാടിയായ ഹൃദയമാണ്. കാരണം അള്ളാഹു പറഞ്ഞങ്ങനെ, കുല്ലു യഅമലു അലാ ശാകിലതി, ഓരോരുത്തരും അവർക്ക് യോജിച്ചത് പ്രവർത്തിക്കും. ചില ഹൃദയങ്ങൾ 7 ആകാശങ്ങൾക്ക് മുകളിൽ റബ്ബിന്റെ അർശിന് ചുറ്റും തവാഫ് ചെയ്യും. ചില ഹൃദയങ്ങൾ പിശാചുക്കളുടെ കൂടെയായിരിക്കും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ചില ഹൃദയങ്ങൾ റബ്ബിന് സുജൂദ് ചെയ്യും. അവസാനമല്ലാതെ, അന്ത്യനാളിലല്ലാതെ അത് തലയുയർത്തുകയും